ഇത് നമുക്ക് ഇഡ്ഡലി ഫ്രൈ എങ്ങനെ ഈസിയായി ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 6 ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, 1/2 ക്യാപ്സിക്കം, 3 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 1.5 സ്പൂണ് ടൊമാറ്റോ സോസ്, 1.5 സ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കൊത്തമല്ലിയുടെ ഇല. ഇഡ്ഡലി ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഡ്ഡലി ഇതേമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കണം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇഡ്ഡലി അതിലേക്കിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. ഇഡ്ഡലി നല്ല ബ്രൗൺ നിറമാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇഡ്ഡലി നല്ല ബ്രൗൺ നിറമായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ മുഴുവൻ ഇഡ്ഡലി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇഡ്ഡലി ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. അത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ചതും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റാം. ഉള്ളി വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് വേണമെന്നില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് ടൊമാറ്റോ സോസ്, 1.5 സ്പൂൺ ചില്ലി സോസ്, ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, കുരുമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അവസാനം കുറച്ച് കൊത്തമല്ലിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ല ഇഡ്ഡലി ഫ്രൈ നമ്മൾ റെഡി ആയിട്ടുണ്ട്.